2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല കേട്ടോ കാര്യമായിട്ട്. അത് തക്കുട് വരായിട്ടല്ല, തക്കുട് വരുന്നുണ്ട്, എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടണില്ല. നമ്മുടെ കടയിൽ പണിക്കാരും ഇല്ലാത്തത് കൊണ്ട് ഉമ്മാനിപ്പോൾ സഹായിക്കാനായിട്ട് പോയി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ള നേരമില്ല. തക്കുട് ആണെങ്കിൽ ചോദിച്ചാൽ ഇപ്പോൾ എന്നും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുൻവശത്ത് നിന്നിട്ട് കരയാണ്. അപ്പോൾ ഞാൻ നിലക്കടല മേടിച്ചു കൊണ്ടുവന്നാൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അത് ചെയ്തിട്ട് ഞാൻ അങ്ങനെ അതെടുത്തിട്ട് ഫ്രണ്ടിൽ വന്നിരിക്കാം കേട്ടോ. കടയിൽ നിന്ന് ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ എൻ്റെ തക്കുടിൻ്റെ കൂടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരും കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ തക്കുടു പാവം അവളെ കടയിലൊന്നും നിൽക്കാൻ വിടില്ല. അപ്പോൾ അത് കാരണം അവൾക്ക് വേണ്ടി ഞാൻ വീട്ടിലേക്ക് വരും. അപ്പോൾ കുറച്ച് നേരം അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കണമില്ല, അങ്ങനെ ഒരുപാട് തിരക്കുകളിൽ പെട്ടുപോയി. അല്ലേ തക്കുടോ എൻ്റെ കൂടെ ഇപ്പോൾ ആരൊക്കെയാണുള്ളത് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ തക്കുടും ഉണ്ട്, പിന്നെ നമ്മുടെ വെള്ളമ്മയുടെ മക്കളുണ്ട്, പിന്നെ കോഴികൾ, ലവ് ബേർഡ്സ്, പൂച്ചകൾ നമ്മുടെ അവിടെ നിന്ന് ഒരുപാട് മിസ്സായി പോണു കേട്ടോ. എന്താ പറ്റണമെന്നോ പൂച്ചയ്ക്ക് എന്താ സംഭവം എന്നൊന്നും അറിയില്ല. പൂച്ചകളിൽ നിന്നും കാണില്ല, ഒക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞിച്ചേക്കൻ ഒരു മഞ്ഞ കളർ നമ്മുടെ കുഞ്ഞി പോണ സമയത്ത് നമുക്ക് തന്നിട്ട് പോയതാണ്, കുഞ്ഞിൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവനെ അടക്കം കാണാനില്ല, കാണാണ്ടാവുക. എന്താ പറ്റിയെന്നൊന്നും അറിയില്ല. എൻ്റെ വാപ്പ പാവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാപ്പ എപ്പോഴും വാപ്പൻ്റെ കാലും ചുട്ട് കിടന്നിട്ട് എപ്പോഴും എൻ്റെ കുഞ്ഞിച്ചേക്കൻ പാല് ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവനെ കാണാനില്ല. ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ കടയിൽ അവരെ കൊണ്ട്. മീൻ കൊണ്ടുവരുന്ന അണ്ണൻ എപ്പോഴും നമ്മുടെ പൂച്ചകൾക്ക് മീനിട്ട് കൊടുക്കും. ആ അണ്ണൻ ചോദിക്കുക ഇവിടുത്തെ പൂച്ചകളൊക്കെ എവിടെ പോയി, ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ എന്താ പറ്റണേ ജീവികൾക്ക് എന്നൊക്കെ എനിക്ക് അറിയണില്ല. ഇപ്പോൾ നമ്മുടെ കൂടെ ആകെ ഉള്ളത് ഇപ്പോൾ ധൈര്യത്തോടെ വന്നിക്കണം നമ്മുടെ തക്കുട് മാത്രമാണ് കേട്ടോ. അവളാണെങ്കിലോ കടയിൽ വന്നിട്ട് ഞാൻ പണിയെടുക്കണ അത്രയും നേരം കടയിൽ എന്നെയും നോക്കിയിട്ട് നിൽക്കുക. ഞാൻ എവിടെയാണ് ഉള്ളി കട്ട് ചെയ്യാൻ നിൽക്കണത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവൾ നിൽക്കുന്നുണ്ടാവും. ഞാനാണോന്ന് അറിയാൻ എൻ്റെ തക്കുട് താഴ്ന്നു നോക്കൂട്ടോ ഷീറ്റിൻ്റെ അടിയിൽ കൂടെ. അതേപോലെ എൻ്റെ തക്കുട് ആണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും താഴ്ന്നു നോക്കും. ഞങ്ങളിങ്ങനെ കടയിൽ നിന്ന് ഇപ്പോൾ നോക്ക്, ഞാൻ വീട്ടിലേക്ക് വന്ന് കണ്ടതും പിന്നെ ഒന്നും നോക്കിയില്ല. എൻ്റെ തക്കുട് വേഗം വന്ന് നിൽക്കുകയാണ്. ഞാൻ തുണി ഉണങ്ങാനിടണൊക്കെ ബക്കറ്റിൽ നിന്ന് തുണി എടുത്തെടുത്ത് ഉണങ്ങാനിടുമ്പോൾ എൻ്റെ തക്കുടും അതിൻ്റെ ഒപ്പം വന്നിട്ട് തുണി വലിച്ചെടുക്കുക. ഞാൻ എന്താണോ ചെയ്യുന്നത് അതുപോലൊക്കെ ചെയ്യാൻ എൻ്റെ കൂടെ നടക്കുക കേട്ടോ. ഇന്നാളൊരു കമൻറ്റ് ഉണ്ട് കേട്ടോ, നമ്മുടെ തക്കുടുവിനെ സീരിയലിൽ ആക്ട് ചെയ്യിപ്പിക്കുമോയെന്ന്. ഇത് എൻ്റെ തക്കുടുവാണ്, ഇതെൻ്റെ കാക്കയാണ്. ഇതിനൊരിക്കലും ഞാൻ അടച്ചു വെച്ച് വളർത്തില്ല, പിടിച്ചു വെക്കില്ല. അവളെ സ്വതന്ത്രമായിട്ടാണ് പറപ്പിച്ച് വിടുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വന്നു പോയി അത്രയേ ഉള്ളൂ. അവൾ വരുന്ന സമയത്ത് നമുക്ക് പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ തിന്നാൻ കൊടുക്കുക, അവളുടെ കൂടെ നമ്മൾ കളിക്കുക, സ്നേഹിക്കുക, ഇതൊക്കെ നമുക്ക് കൊണ്ട് പറ്റുള്ളൂ. ആക്ട് ചെയ്യിപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാക്കകൾ വർത്താനം പറയുന്ന വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് ഞാൻ ഇന്നേ വരെ എൻ്റെ കാക്കനെ ഞാൻ അടച്ചു വെച്ച് വളർത്തിയിട്ടില്ല. കിട്ടിയത് മുതൽ ഒരു ദിവസം 2 ദിവസം മാത്രം അവളൊന്ന് ഭക്ഷണം കഴിച്ച് തുടങ്ങാൻ വേണ്ടി മാത്രമേ ഞാൻ കൂട്ടിനകത്താക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കൂട്ടിനകത്താക്കുന്നത് ഫുള്ളും രാത്രി മാത്രമാണ് കേട്ടോ. പകലൊന്നും ഞാൻ ഇന്നേ വരെ കൂട്ടിൽ അടച്ചു വെക്കുകയൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ വീടിൻ്റെ മതിൽ, നമ്മളെ ആന്തൂറിയൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ തക്കുട് കളിക്കുന്ന മതിലിൻ്റെ മുകളിൽ തന്നെയാണ് ഞാൻ എൻ്റെ തക്കുട് കുഞ്ഞു കുട്ടിയാകുമ്പോൾ വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ആ കാക്കകളുടെ ഇടയിൽ കിടന്നിട്ടാണ് വളർന്നത്. അതുകൊണ്ട് മനുഷ്യന്മാരുടെ കൂടെ എൻ്റെ കൂടെ വളർന്നു എന്ന് വെച്ചിട്ട് എന്നെ അറിയാമെന്നല്ലാതെ അതിലുപരി എൻ്റെ കുട്ടിക്ക് സംസാരിക്കാൻ ഞാൻ നിർബന്ധിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഞാൻ തല നോക്കിന് വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ വന്നിരുന്ന് തല നോക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ പണികൾ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ കൂടും. ഓരോന്ന് ഞാൻ ഇപ്പോൾ ചൂലെടുത്ത് മുറ്റടിച്ച് വരാനൊക്കെ കഴിഞ്ഞാൽ അവളും ചൂലെടുക്കുകയാണ്, ഈളുകളതിന്ന് പറിച്ചെടുക്കുക ചെയ്യണത്. അല്ലാതെ അവൾക്ക് എന്തറിഞ്ഞിട്ടാ. അപ്പോൾ സംസാരിക്കണ കാക്കകളെല്ലാം കാണുമ്പോൾ ഇതിപ്പോൾ ആക്ട് ചെയ്യുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കുടുവിന് ഏറ്റവും കൂടുതൽ പേടിയാണ്. അപ്പോൾ വീട്ടിൽ ഞാൻ, ഉമ്മ, വാപ്പ, ഇക്ക, കുട്ടികൾ ഇങ്ങനെ അല്ലാതെ പുറമെ ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ ചിക്കുവിൻ്റെ പണിയാണിത്. ഞാനും കൊണ്ടുവന്നിട്ട് കവറിട്ട് വെച്ചിരിക്കണ കണ്ടോ. ഇനിയിപ്പോൾ ഇത് രാവിലെ നേരത്തെ എനിക്ക് കടയിൽ പോയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇവിടുത്തെ പണികളൊക്കെ തുടങ്ങാൻ പോണേ ഉള്ളൂ. വീട്ടിൽ പണിയുണ്ട് ഒരുപാട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ വീട്ടിലുള്ളവരല്ലാതെ പുറമെ ആരെങ്കിലും എൻ്റെ തക്കുടുവിനെ കാണാൻ വന്നാൽ തന്നെ തക്കുടു പിന്നെ ഈ പരിസരത്ത് പോലും നിൽക്കില്ല കേട്ടോ. ഇങ്ങനത്തെ എൻ്റെ തക്കുടുവിനെ അഭിനയിപ്പിക്കാൻ പറഞ്ഞാൽ എൻ്റെ തക്കുടു അഭിനയിക്കുമോ? ഞങ്ങൾക്ക് അഭിനയം വശമില്ല അല്ലേ തക്കുമാ? കയറടി കയ്യിൽ നിനക്ക് വരില്ല. ഇന്ന് കാലിൽ കയറണ്ട കേട്ടോ. അങ്ങനെ മഞ്ഞാൽ കയറില്ലേ തങ്കു? അങ്ങനെ എൻ്റെ തക്കുടുവിനെ നമ്മൾ അത്രയും പുറത്തിട്ടിട്ട് മാത്രമാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെ
നമ്മുടെ തക്കുടുവിനോട് ആക്ട് ചെയ്യാൻ പറഞ്ഞാലോ അങ്ങനെയൊന്നുമില്ല. അതേപോലെ തന്നെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഓരോന്നും ചോദിക്കുമ്പോൾ ഞാൻ പറയും കാണാൻ വന്നോളൂ, പ്രശ്നമില്ല. പക്ഷേ തക്കുടുവിനെ അടച്ച് വെച്ചിട്ട് നിങ്ങൾ വന്നോ എന്നൊരിക്കലും ഞാൻ പറയില്ല കേട്ടോ. വരുമ്പോൾ ഉണ്ടെങ്കിൽ കാണാം, അത്ര മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു തക്കുടുവിനെ കാണാനൊക്കെ ആയിട്ട്. പക്ഷേ അവർ വരുന്നതിൻ്റെ തൊട്ടിന് മുമ്പ് വരെ നമ്മുടെ തക്കുടു വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അവർ വന്നതിന് ശേഷം തക്കുടുവിനെ കണ്ടിട്ടില്ല കേട്ടോ. തക്കുടു പിന്നെ പിറ്റേ ദിവസമാണ് വന്നത്. പക്ഷെ അവർ ഹാപ്പിയാണ്, അവർ വീട്ടിലൊക്കെ വന്നു, എല്ലാവരെയും കണ്ടു പോയി. പക്ഷെ ഞാനത് വീഡിയോ ആക്കിയൊന്നുമില്ല കേട്ടോ, വീഡിയോ എടുത്തൊന്നുമില്ല, ഫോട്ടോ എടുത്തൊന്നുമില്ല. അപ്പോൾ നമ്മുടെ തക്കുടുവിനെ കാണാനാണ് അവർ മെയിനായിട്ട് വന്നത്. പക്ഷെ ആ വന്ന കാര്യം മാത്രം നടന്നില്ല. അപ്പം ഈ ചെക്കൻ എവിടേക്കോ മുങ്ങി ചെക്കൻ ലക്കോ. അപ്പോൾ കുറച്ചായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല കേട്ടോ. നോമ്പൊന്ന് കഴിഞ്ഞോട്ടെ വീഡിയോ ഇടാൻ തുടങ്ങണം പറഞ്ഞാണ്. നോമ്പ് കഴിഞ്ഞപ്പോഴത്തേനും മൈൻഡ് വേറെ മാറി, പിന്നെ വീഡിയോ ഇല്ല, ഒന്നുമില്ല. ലക്കുവേ തക്കുടു എൻ്റെ ഫോണിൻ്റെ പൗച്ച് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. മുടിയൊക്കെ വരുത്തി പിടിച്ച് ഞാൻ വർത്താനം പറയുമ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ലേക്കാ ഇത് ചെക്കനാണോ പെണ്ണാണോ? വികൃതി കാണുമ്പോൾ ചെക്കന്മാരി ഉണ്ട്. ലങ്കു അക്കുക്കുട്ടി തല വരുത്തി പിടിച്ച് നോക്കണം നോക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തക്കുടു ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യുക. എൻ്റെ തക്കുടുവിനെ ഇഷ്ടപ്പെടുന്നവർ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ലങ്കുവേ എൻ്റെ തക്കുടു വർത്താനം പറയുകയാണെങ്കിൽ അവളായിരിക്കും വരുന്നു കേട്ടോ ഇതൊക്കെ പറയേണ്ടത്. ഇന്നിപ്പോൾ ഇതാ കടയിൽ പോയിട്ട് ഇത്ര നേരം ഉള്ളി തൊലിക്കലാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കരിയാണ്, എന്താ വൃത്തിയാക്കില്ല എന്ന് മാത്രം പറയരുത്. അങ്ങനെ ഇതാ ഒരു സവാളയ്ക്ക് ഇത്രയും കറിയുണ്ടല്ലേ, വൃത്തിയാവില്ല. തിരുമ്പൽ കഴിഞ്ഞാൽ മാത്രമേ കൈ വൃത്തിയാവുള്ളൂ.